കുരിശിന്റെ പാതയിൽ പോകുന്നു. കുരിശിന്റെ പാതയിൽ യാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാത്രയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഭാരവും ഭാവവും വിട്ടു ഞാൻ ഓടുമേ. നേരവും യേശുവെ നോക്കിടും. ഭാരവും ഭാവവും വിട്ടു ഞാൻ ഓടുമേ. നേരവും യേശുവെ നോക്കിടും. സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നെ സഹിച്ചു മരിച്ച നാഥനേ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ. ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയായി ക്ഷീണമെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയേ ക്ഷീണമെന്നറിയില്ല ഞാൻ. സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെന്നൽപ്പതെങ്കിലും ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയില്ല. ബാലശിക്ഷ നൽകുമെന്നൽപ്പതെങ്കിലും ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയില്ല. നന്മയെ തങ്കരം നൽകുമെന്നീശലിൽ എൻ മനോവിശ്രമം നേരിടോ. നന്മയെ തങ്കരം നൽകുമെന്നീശലിൽ എൻ മനോവിശ്രമം നേരിടോ. സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സഞ്ചാരിക യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ. പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനി വേഗം വരും. രാജരാജരായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം
ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. എനിക്കെല്ലോ ഭയമെന്നേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കും. ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കും. ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. നിത്യവാസമന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. വീട്ടിൽ ചെന്നെത്തുന്നീ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തോ ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തോ ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ താങ്ങി വേഗം വരൂ. രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവത്തിലേക്ക് 112 സങ്കീർത്തനം വാക്യപ്രതിവാക്യങ്ങളായിട്ട് വായിക്കാം. അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം നമുക്ക് 112 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർ ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും.
വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. അവൻ ഭാര്യവിധി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെ. യോഹന്നാൻ 6-ാം അധ്യായം 1 മുതൽ 11 വരെ. അനന്തരം യേശു തിബേരിയസ് എന്ന കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ സിമിയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാറുണ്ട്, അവന്റെ പക്കൽ 5 ജവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടിടത്തോളം കൊടുത്തു. പ്രത്യാശം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് സത്യം എന്ന് പറഞ്ഞു. അത്ഭുതകരമായി സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യാത്രയില്, നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടി ഇരുന്ന നമുക്കൊരു ദോഷവും വരാതെ വേണം. ദൈവം നമ്മെ സമാധാനത്തോടെ സൂക്ഷിച്ചല്ലോ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ലോകത്ത് എത്രയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എളിയവരായി ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ കഴിവിനെ കഴുകിയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ. അതിലോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓ, ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണല്ലോ. അത് അതിനെ വല്ലവ സ്തോത്രയാഗം അർപ്പിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, റിഖബലബലബ ശബ്ദലാര മൗഢമനാദഗദലക്ഷസി. ഓ, റിഖബല ദർദലാര മൗഢമനാദഗദലക്ഷൈദഗദലക്ഷസ്യ ജീവോദ്ധരാര മൗഢമനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റിഖബലബ ശബ്ദലാരഗദലക്ഷസി. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 Hallelujah. Hallelujah.
ഞങ്ങൾക്ക് എല്ലാമായി അങ്ങ് ജീവിക്കുന്ന ദൈവമായിരിക്കാൻ അതിനോട് സ്തോത്രം. ലോകത്തിന് 5 വൻകരങ്ങളിൽ ഇരുന്ന അനേക വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയോ അങ്ങ് സ്തോത്രം ചെയ്യുമ്പോൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ, അങ്ങേ ആരാധിക്കുമ്പോൾ ഇടയവരാകുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഈ പട്ടണത്തിലെ കർത്താവേ, ഈ മുറിക്കകത്തിരുന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് കൃപ നൽകിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ഈ ആരാധനയിലെ ദൈവം പ്രസാദിക്കണമേ. അങ്ങ് ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ കർത്താവേ. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാഗ്യശാലികളാണ്. പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവിടുത്തെ മതിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പുതിയ രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. വിവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ദൈവർക്ക് ആശ്വാസം നൽകണമേ. പ്രശ്നങ്ങൾ കൊണ്ട് പരിഹാരം നൽകണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് പീറ്റർ സാർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലവാനും ശക്തിമാൻ നീതിമാനുമായ സർവ്വസ്വ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ തൊട്ടും പാർക്കണമേ കർത്താവേ. ഞങ്ങൾ ഓരോരോ ആവശ്യങ്ങളായി ഞങ്ങൾ അങ്ങനെ മുമ്പേ വരുമ്പോൾ അങ്ങനെ എല്ലാം ഞങ്ങൾ കേൾക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഇന്നത്തെ ആരാധന എല്ലാം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അനുഗ്രഹപ്രദമായി തീർക്കുന്നതിനായിരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാവട്ടെ കർത്താവേ. യേശുവെ സ്തുതിക്കുന്ന അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. യേശുവെ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് ആശ്രയവും ശക്തിയും ബലവും തരുമാറാകുന്നതിനും പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവെ ഞങ്ങളുടെ അങ്ങനെ വഴിയുടെ നടക്കുന്നതിനും അങ്ങനെ നിത്യജീവിതത്തിലെ സൗഭാഗ്യം പ്രാപിക്കുന്നതിനുമായി ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേട്ടണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പുതിയതായിട്ട് ഒരു സഹോദരി കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പേര് എസ്തർ എന്നാണ്. പേരൂർക്കടയാണ് അവരുടെ വീട്. അവർ ഈ ഭാഗത്തോടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. അപ്പോൾ അവരിങ്ങനെ വന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ സമയമൊക്കെ താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ നമ്മുടെ ആരാധന ഇതറിഞ്ഞ അവരിങ്ങനെ വരുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെല്ലാവരും ദൈവം ഓർന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. അതിന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരസ്യങ്ങളായിട്ട് ഒന്നരുടെ കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമുക്ക് അടുത്ത ഞായറാഴ്ച നമ്മുടെ സമായോഗത്തിൽ കർത്തൃമേശ ഉണ്ടായിരിക്കും. എല്ലാ ദൈവമക്കളും കർത്തൃമേശയിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തോടുകൂടി കടന്നു വരുവാനായിട്ട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് നമ്മൾ ഒരു ദിവസത്തെ കൺവെൻഷൻ നമ്മൾ സത്യം മെമ്മോറിയൽ ഹാളിൽ നടത്തുവാനായിട്ട് ആഗ്രഹിച്ച് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൺവെൻഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ കൺവെൻഷന് വേണ്ടി നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം മുതൽ ഈ 28-ാം തീയതി വരെയും വൈകുന്നേരം 7 മുതൽ 8 വരെ 1 മണിക്കൂർ നമുക്ക് ഇവിടെ വച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ സാർ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ആർക്കെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പങ്കെടുത്താൽ കൊള്ളാം. അല്ലെങ്കിലും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ വൈകുന്നേരം 7 മുതൽ 8 വരെ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് നമ്മുടെ ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരണം. അന്നേ ദിവസം പ്രകൃതിയെല്ലാം ദൈവം നമുക്ക് അനുകൂലമായിട്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കൺവെൻഷനൊക്കെ പൊതുവെ ആൾക്കാർ കുറവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഹോൾ നിറഞ്ഞ് കവിയുന്ന തരത്തിൽ ദൈവം ജനത്തെ അയക്കണം. അതുപോലെ ഈ യോഗ മുഖാന്തരം ചിലരെങ്കിലും രക്ഷിക്കപ്പെട്ട് ദൈവങ്ങളിലേക്ക് വരുവാനും മാത്രമല്ല നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി എല്ലാ ദൈവമക്കളും ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവത്തിന് സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന് ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനും അദ്ദേഹത്തിന് യാത്രയിലൊന്നും യാതൊരു തടസ്സവും കൂടാതെ എത്തിച്ചേരുവാനും എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കപ്പെടാൻ വേണ്ടി ദൈവങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 28-ാം തീയതി ശനിയാഴ്ച രാത്രിയാണ് യോഗം. പിന്നെ ദൈവം അനുവദിച്ചാൽ 29-ാം തീയതി ഞായറാഴ്ച അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ആരാധനയിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തെ സെൻട്രൽ ജയിലിൽ നമ്മുടെ ആരാധനയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ പങ്കെടുക്കും എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഉച്ച കഴിഞ്ഞിട്ടും വേറൊരു ജയിലിൽ കൂടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്.
ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും 7 മുതൽ 8 വരെ കഴിയുന്നിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളൊന്ന് വായിച്ചതായിട്ടുള്ള സങ്കീർത്തനവും ദൈവവചനവും എല്ലാം വളരെ നമുക്ക് ആശ്വാസം നൽകുന്നതായിട്ടുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിൽ നമുക്ക് വളരെ ആശ്വാസം നൽകുകയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യവും വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്ന കാര്യവും ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ചെയ്തൊരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വലിയൊരു കൂട്ടം ജനം യേശുവിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു. അപ്പോൾ യേശുവിന് അറിയാം ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണമെന്നുള്ളത്. സ്തോത്രം. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു എന്ത് കൊടുക്കും? ആർക്കും ഒരു ഉത്തരവില്ല. മരുഭൂമിയാണ്, ഒന്നും കൊടുക്കാനില്ല, പണമില്ല. പണം ഉണ്ടാക്കിയാൽ തന്നെ ഈ കടകളൊന്നുമില്ല. ഇത്രയും ആളുകളാണ്, 5000 പുരുഷന്മാരെന്നാണ്. ഈ 5000 പുരുഷന്മാരാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ തീർച്ചയായിട്ടും സ്ത്രീകൾ കാണും. മാത്രമല്ല കുട്ടികൾ കാണും. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ 1-2 കുട്ടികളല്ല വീടുകളിൽ. അന്ന് 10-15 ആളുകൾ എണ്ണം ഉള്ള. അപ്പോൾ 5000 പുരുഷന്മാർ വന്നപ്പോ ഒരു വലിയൊരു സംഖ്യ ആൾക്കാർ കാണും. പുരുഷന്മാരുടെ കാര്യം മാത്രമേ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ആകെ ജനം 5000 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുരുഷന്മാർ 5000 എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 5 അപ്പവും 2 മീനും അവിടെ ഉണ്ടായിരുന്നത് കർത്താവ് യേശു വാങ്ങിച്ച് പ്രാർത്ഥിച്ച് നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി കർത്താവ് പറഞ്ഞു അവിടെ ഇട്ടിട്ട് പോകലേ, എല്ലാം ശേഖരിച്ചെടുക്കണം. ശേഖരിച്ചെടുത്തപ്പോഴും 12 മുട്ട ബാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, ചിലപ്പോൾ ഈ 12 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. യേശു കർത്താവ് വിചാരിച്ചാണ് ഓരോ ശിഷ്യന്മാർ ഓരോ മുട്ട എത്തിയിട്ട് വീടുകളിൽ കൊണ്ട് പോട്ടെ. കാരണം ഇവിടെ ഒന്നും നടക്കൂലാതെ ചിന്തിക്കുന്ന സ്ഥാനത്ത് യേശു കർത്താവ് വലിയ അത്ഭുതം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പത്രോസും അന്ത്രോസും യാക്കോബും യൂദയും ശിഷ്യന്മാരെല്ലാം കൂടെ ഈ ഒരു മുട്ട വീട് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. വീട്ടുകാർ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടി? പതിവില്ലാതെ ഒരു മുട്ട അപ്പവും മീനുമായിട്ട് വന്നിരിക്കുന്നു. അവർക്ക് പറയാനുണ്ട്. കാരണം യേശു കർത്താവ് വാഴ്ത്തിയതാണ്, അനുഗ്രഹിച്ചതാണ്. സ്തോത്രം. കർത്താവ് പലപ്പോഴും യേശു കർത്താവ് പലപ്പോഴും ഈ യേശുവിന്റെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ദൈവത്തിന്റെ ഒരു പദ്ധതി ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് ദൈവം. യേശു കർത്താവിന്റെ ഒരു പരിപാടി പലപ്പോഴും യേശു ചോദിച്ചിട്ടുണ്ട്, നിന്റെ മക്കൻ എന്തുണ്ട്? ഇവിടെ 5 അപ്പവും 2 മീനുമുണ്ട്. ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, നിന്റെ മക്കൻ എന്തുണ്ട്? കർത്താവ് വേറൊരാൾ ചോദിച്ചു, നിനക്കുള്ളത് കൊണ്ടുപോവാ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ദൈവം കർത്താവ് യേശു നമ്മോട് ചോദിക്കും, നിന്റെ മക്കൻ എന്തുണ്ട്? സ്തോത്രം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണണം. നമുക്ക് പറയാൻ കർത്താവ് ഇന്നതൊക്കെ ഉള്ളൂ. പക്ഷെ അതിനെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അനുഗ്രഹിച്ച് അവരെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഈ ദിവസം നമുക്കുള്ളതെല്ലാം യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് ചെറിയ നാണയത്തുട്ടുകളായിരിക്കും, പൈസ ആയിരിക്കും, ചെറിയ കാര്യങ്ങളായിരിക്കും. അതങ്ങോട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ കർത്താവ് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറ്റി. ദൈവത്തിന്റെ പരിപാടി അങ്ങനെയൊക്കെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ദൈവദാസൻ രക്ഷിക്കപ്പെട്ടു ദൈവഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു സാക്ഷ്യം കേൾക്കാനായിട്ടിടയായി. അദ്ദേഹത്തിന്റെ വീട്ടിലെ കുടുംബ സ്വത്ത് അദ്ദേഹത്തിന് കൊടുത്തു. എല്ലാ മക്കളും 5 മക്കൾ ആ വീട്ടിൽ 5 പേർക്ക് കൊടുത്തു. എല്ലാവർക്കും നല്ല ഭൂമി കൊടുത്തു. ഈ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നാൽ ഈ മൂത്ത മകന് കൊടുത്ത ഒരു വസ്തു വെറും കംപ്ലീറ്റ് പാറ. അത് ഒരു നന്മയുമില്ല, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. വല്ലാത്ത അവസ്ഥയിലുള്ള പാറ. മറ്റു മക്കൾക്കെല്ലാം 4 പേർക്ക് നല്ല കൃഷി ഭൂമി കൊടുത്തു. അവർക്കെല്ലാം വലിയ സന്തോഷമായി. അവരോട് വീട് വയ്ക്കുകയാണ്, കൃഷി ചെയ്യുകയാണ്. അപ്പോൾ ഈ മകന് മാത്രം കൊടുത്തത് വെറും പാറ, കംപ്ലീറ്റ് പാറ. വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം അപ്പനോട് വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിയെ ഇതിനെ എനിക്കൊന്ന് അനുഗ്രഹിച്ചു തരണം. ഈ പാറ സ്തോത്രം. നമുക്ക് അദ്ദേഹം ഒരു പ്രസംഗം കേട്ടിട്ടിങ്ങനെ പ്രാർത്ഥന, ഇതിനെ എനിക്കൊന്ന് അനുഗ്രഹിച്ചു തരണം. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ളതായിട്ടുള്ള കമ്പനിക്കാർ വന്ന് അവര് ഒരു വലിയ നദിയിൽ അവിടെ ഭിത്തി കെട്ടുകയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കരിങ്കല്ല് വേണം. ഇദ്ദേഹത്തെ കണ്ട് ഈ കരിങ്കല്ല് അദ്ദേഹത്തോട് ചോദിച്ചു. ഓരോ ലോഡിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്തു. അത് അവർ വന്ന് ഈ പാറ അടിക്കാനായിട്ട് തുടങ്ങി.
കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞത് മറ്റു സഹോദരങ്ങള് ഈ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് കിടന്ന് അധ്വാനിക്കുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തെ അറിയാം ഒരു കൊടയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എത്ര ലോഡ് പോകുന്നത് എണ്ണിയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളം പണം അതിന് കിട്ടി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അവിടെ കിട്ടിയ ആ കരിങ്കല്ലിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അതുപോലെ നല്ല നിരപ്പായ ഒരു നല്ലൊരു ഭൂമി അദ്ദേഹം വാങ്ങിച്ചു. അദ്ദേഹം വീട് വെച്ചു. അദ്ദേഹം വേറെ സ്ഥലങ്ങൾ അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. അദ്ദേഹം പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ കിടന്ന് എന്നെ പാരപെട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ദൈവകൃപയിൽ വന്നതുകൊണ്ട് എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവരെല്ലാം വെയിലും മഴയും കൊണ്ട് കൃഷി ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ ഇദ്ദേഹം വളരെ ദൈവം ഈ പാറയെ അനുഗ്രഹിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് ആൾക്കാർ വന്നു പാറയെ അടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രതീക്ഷിക്കാത്ത നിലയിൽ വന്ന് അദ്ദേഹത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുവാനായിട്ടിടയായി. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, വാസ്തവത്തില് ഈ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പനോട് വഴക്കുണ്ടാക്കാമായിരുന്നു. അപ്പ എനിക്ക് വീട് വെക്കാനെങ്കിലും ഒരു നല്ല സ്ഥലത്താ, ഇങ്ങനെ എന്നെ എന്തോ ആക്കി. പക്ഷെ ഒന്നും പറഞ്ഞ ഇദ്ദേഹം ദൈവത്തോട് ദൈവമേ ഈ പാറയെ അനുഗ്രഹിച്ച് തരണമേ എന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചിലപ്പോഴും നമുക്കുള്ളതിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് സ്വർഗത്തിലേക്ക് കരകളെ നോക്കി ഉയർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. ഒരു പ്രവാചകൻ മരിച്ചുപോയി. പ്രവാചകന്റെ ഭാര്യ മക്കൾ വളരെ വിഷമിച്ചു. ഒന്നുമില്ല, കടക്കാർ വന്ന് മക്കളെ പിടിച്ചോണ്ട് പോകാൻ പോവുക. പഴയ ജീവിതത്തിലൊരു സംഭവമാണ്. എലീശാ പ്രവാചകന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, അടുത്ത നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? പറഞ്ഞു, കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട്? കുറച്ച് എണ്ണ. ഒരു കാര്യം ചെയ്യും, അടുത്ത വീട്ടിൽ നിന്ന് എല്ലാ പാത്രങ്ങളും വാങ്ങിച്ചിട്ട് ഈ എണ്ണ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പകരണം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ സഹോദരിയും മോനും കൂടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടാവുന്നിടത്തോളം പാത്രങ്ങൾ ശേഖരിച്ച് വീട്ടിലൊത്ത് വെച്ചിട്ട് കോരി നിറയ്ക്കുകയാണ്. സ്തോത്രം. കോരി നിറയ്ക്കും തോറും എന്ത് ചെയ്തു അറിയാമോ? എണ്ണ അങ്ങോട്ട് വർദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അവസാനം ഇവർ എത്ര പാത്രമാണോ അടുത്ത വീട്ടിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചുവോ ആ പാത്രമെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എണ്ണയുടെ ഒഴുക്ക് തിന്നു. സ്തോത്രം. ഈ എണ്ണ മുഴുവനും അവർ വിറ്റ് അവർ കടകൾ വീടുവാനും അവർ സുഖമായിട്ട് ജീവിക്കുവാനുമായിട്ട് ഇടയായി. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് പലപ്പോൾ ചോദിക്കാം, നിന്റെ മക്കൾ എന്തുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. അവർ പുറപുറത്തില്ല. പാറയെ കണ്ട് ഇല്ലായ്മയെ കണ്ട് പുറപുറത്തില്ല. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ചില ഉറവകൾ, ചില നന്മകൾ അവിടുന്ന് പുറപ്പെടുവാനായിട്ടിടയായി. ചിലപ്പോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ നോക്കിയിട്ട്, നമ്മുടെ വീടിനെ നോക്കിയിട്ട് എനിക്കിവിടെ എന്ത് കിട്ടും? ഒന്നുമില്ല. എല്ലാം ആകെ ഒന്നുമില്ല. എന്റെ അപ്പൻ അങ്ങനെയുള്ള തന്നെ എനിക്ക് ഇങ്ങനെ കിട്ടിയത് എല്ലാം എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ചിന്തിച്ച് വേദനയും ഭാരവും ഒക്കെ നമുക്ക് മാനുഷ്യമായിട്ട് തോന്നും. പക്ഷേ ദൈവം നമുക്ക് തന്നതിനെ ഒന്ന് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ഓ ദൈവമേ ഇതിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയാമെങ്കിൽ, നമുക്ക് നമ്മുടെ സ്ഥലം പോരാതെ വരുവോളം, നമ്മുടെ തലമുറകൾ തിന്നാൽ പോലും തീരാതെ വരുവോളം നമ്മെ അനുഗ്രഹിക്കുവാൻ ഈ വലിയവരായ ദൈവം മതിയായവരാണ്. അതുകൊണ്ടാണ് ദൈവം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. നമുക്ക് ഈ പാഠങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്. സ്തോത്രം. അപ്പോ കർത്താവ് ചോദിക്കും, നിന്റെ മക്കൾ എന്തുണ്ട്? സ്തോത്രം. നമ്മുടെ ഉള്ളത് അങ്ങ് പറയുക, ഉള്ള അവസ്ഥ പറയുക, ഉള്ളത് കർത്താവിനോട് കൊടുക്കുക, ഉള്ളതിനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ദൈവത്തിന് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനം നമുക്കൊരു വലിയ ധൈര്യം നൽകട്ടെ. ഞാനിതൊന്നും പറയാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷെ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ട്, നമുക്കെല്ലാം നമ്മളിവിടെ എല്ലാ നമുക്കില്ല. നമ്മളെയൊക്കെ കണക്കുകൾ പറഞ്ഞ കടകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഉള്ള നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ദൈവം അതിനെ അനുഗ്രഹിക്കും. പണ്ട് ദിനകരൻ ആദ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം, അദ്ദേഹം അന്ന് ബാങ്കില് ജോലി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ശമ്പളം മേടിക്കും. അന്ന് രൂപയായിട്ട് എല്ലാം കിട്ടും. ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ വന്നാൽ അദ്ദേഹവും ഭാര്യ ഇപ്പോൾ ഉള്ള പോൾ ദിനകരനും പിന്നെ മരിച്ചു ഒരു മകൾ ഏച്ചനും ഇവർ 4 പേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ ഇദ്ദേഹം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വന്ന പണം മുൻപിൽ വെച്ചിട്ട് ഈ എല്ലാവരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കുവായിരുന്നു. കാരണം ഈ ഒരു മാസം ജീവിക്കാൻ ഇതിനെ ദൈവം എന്ത് ചെയ്യണം? അനുഗ്രഹിച്ചു തരണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്തോത്രം, ദൈവം അതിനെല്ലാം വർദ്ധിപ്പിച്ചു. ഒരു മാസം സുഭിക്ഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു.
ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു കല്യാണം, ഒരു രോഗം, ഒരു ആശുപത്രി കേസ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ പൈസ എല്ലാം ചെതറിപ്പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പാഴ് ചെലവുകളൊന്നും വരില്ല, അന്യായങ്ങൾ കണക്കില്ല ദൈവത്തിന്. അതുകൊണ്ട് നമുക്കുള്ളതിനെ അങ്ങോട്ട് നമ്മൾ ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു ഒറ്റയ്ക്കാണെങ്കിൽ സ്തോത്രം അങ്ങോട്ട് മുമ്പ് വെച്ച് പ്രാർത്ഥന, കർത്താവ് ഇതിലൊന്ന് അനുഗ്രഹിച്ച് തരണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തിനും പോയി കർത്താവ് ഇതിലൊന്ന് അനുഗ്രഹിച്ചു തരണം. 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ദൈവമേ, അവിടുത്തെ കരങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആ കൃപ ഇന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഈ വചനങ്ങൾ നമുക്കൊരു ഉറപ്പായിട്ട് നിൽക്കട്ടെ. ഈ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലുണ്ട്. ആഹാരം മരുഭൂമിയിൽ നിലവിളിച്ചു, ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തു. സ്തോത്രം. ഏലിയാവ് ചൂരച്ചിന്റെ ചീട്ടിലിരുന്നു, അവിടെയും ദൈവം പോഷിപ്പിച്ചു. സ്തോത്രം. എത്രയോ പേര് ദൈവത്തിന്, നമ്മുടെ ദൈവം വലിയവനാണ്. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഇതൊരു കഥയല്ല, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു സംഭവമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അതുകൊണ്ട് എത്രയോ പേരെ ഞാൻ പറഞ്ഞില്ല, എത്രയോ പേരെ ഈ ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങൾ ഇനിയുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. കർത്താവേ, അങ്ങ് എന്നെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിക്കണമേ, നമ്മളെല്ലാത്തിനും വർദ്ധിപ്പിക്കണമേ. ദൈവം അങ്ങനെ ചെയ്യട്ടെ. അതിനായി നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഞായറാഴ്ച ഓർമ്മിച്ചതുപോലെ കർത്തവേശയുണ്ട്, ആ താല്പര്യപൂർവ്വം കടന്നു വരിക. അതുപോലെ നമുക്ക് ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോടൊക്കെ പറയുക. ഈ 7 മുതൽ 8 വരെയുള്ള സമയം പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. ദൈവം നമ്മെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്ന് ആർക്കും സാക്ഷികൾ പറയണമെങ്കിൽ പറയാനുള്ള അവസരമാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.